ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് തുടങ്ങാൻ പോകുന്നത് ഒരു പുതിയ സബ്ജക്റ്റാണ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ 2024 സ്കീമിന് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. 2019 സ്കീമിനും ഉണ്ട്, പക്ഷേ സിലബസിൽ ചെറിയൊരു മോഡിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. 2024 സ്കീമിന് ടോട്ടലായിട്ട് 4 മൊഡ്യൂളേ ആകെ പഠിക്കാനുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ടാണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിലബസാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സിലബസ് ഒരു ഒറ്റ നോട്ടത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറലായിട്ട് പഠിക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എങ്ങനെയാണ്, മോഡുലേഷൻ എന്തിനാണ് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യകത എന്താണ്, അതുപോലെ AM മോഡുലേഷൻ എന്താണ്, AM മോഡുലേഷനിൽ തന്നെ വരുന്നതാണ് നമ്മുടെ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് ഏരിയ, സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് ഏരിയ, വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് സിസ്റ്റംസ്, അതൊക്കെ. അതിനുശേഷം നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷനിലോട്ട് കിടക്കും. അതുപോലെ തന്നെ ഈ ഫേസ് മോഡുലേഷൻ, ഈ ഫ്രീക്വൻസി മോഡുലേഷനും ഫേസ് മോഡുലേഷനും കൂടിയാണ് നമ്മൾ ഈ ആംഗിൾ മോഡുലേഷൻ എന്ന് അതിനെ പറയുന്നത്. പിന്നെ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞാൽ ഫ്രീക്വൻസി മോഡുലേഷനും ഫേസ് മോഡുലേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ AM-ഉം FM-ഉം തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ ഈ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവേഴ്സ് എന്താണ്, അതൊക്കെയാണ് നമ്മൾ ജനറലായിട്ട് ഒറ്റ നോട്ടത്തിൽ പറയുമ്പോൾ ഇതൊക്കെയാണ് ടോപ്പിക്സ്. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് വരുന്ന ഓരോ സബ് ടോപ്പിക്സും അവർ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോകും. അപ്പോൾ ഇന്നത്തെ ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും അതുപോലെ തന്നെ നീഡ് ഫോർ മോഡുലേഷനും. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് സിലബസ് പ്രകാരം തന്നെ നോക്കി പോവാം. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. അപ്പോൾ ഈ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് നോക്കണേക്കാട്ട് മുന്നേ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, അതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എൻ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ബിറ്റ്വീൻ 2 or more ഇൻഡിവിജ്വൽസ്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ആദ്യം വരിക എന്താണ്? നമ്മുടെ ഫോൺ അടിക്കുന്നു, നമ്മൾ ഫോൺ എടുക്കുന്നു, നമ്മൾ ഫോണിൽ സംസാരിക്കുന്നു നമ്മുടെ ഫ്രണ്ടുമായിട്ട്. ഫ്രണ്ട് ചിലപ്പോൾ ആലപ്പുഴത്തെ ആളായിരിക്കാം, ഞാൻ സംസാരിക്കുന്നത് ഇവിടെ പാലക്കാട് നിന്നാവാം. അപ്പോൾ എൻ്റെ ഫ്രണ്ടും ഞാനും തമ്മിലുള്ള ആ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ദ ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റ്സ് ദ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ ഇൻ അനലോഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പോൾ ഈ നമ്മുടെ ഇൻഫോർമേഷൻ ജനറേറ്റ് ചെയ്ത അല്ലെങ്കിൽ ആ ട്രാൻസ്മിറ്റ് ചെയ്ത ഇൻഫോർമേഷൻ്റെ ആ ഒരു ഫ്ലോ, ഏത് സ്റ്റെപ്പിലൂടെയൊക്കെയാണ് അത് കടന്ന് പോയിട്ടാണ് അത് റിസീവ് ചെയ്യുന്നത്, ആ ഒരു ഫ്ലോ ഓഫ് ഇൻഫോർമേഷനാണ് നമുക്ക് എന്തിലൂടെ കാണാൻ പറ്റുന്നത്? ഈ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ലാസ്റ്റ് ഒന്നുകൂടി നമുക്ക് വലുതാക്കി കാണിച്ചു തരാം. അപ്പോൾ ഈ ഫിഗറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ബ്ലോക്ക് എന്താണ്? സോഴ്സാണ്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? സോഴ്സാണ്. പിന്നെ വരുന്നത് എന്താണ്? ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസറാണ് വരുന്നത്. പിന്നെ വരുന്നത് എന്താ? ട്രാൻസ്മിറ്റർ സർക്യൂട്ട്. അവിടെ ഒരു കരിയർ സിഗ്നൽ സോഴ്സ് വരുന്നുണ്ട്, അത് പറഞ്ഞുതരാം. അതിനുശേഷം പിന്നെന്താ? ട്രാൻസ്മിഷൻ ചാനൽ, പിന്നെ റിസീവർ സർക്യൂട്ട്, പിന്നെ ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ, പിന്നെന്താണ്? ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ആരാണോ ആ ഇൻഫോർമേഷൻ സെൻഡ് ചെയ്തേ അയാളിൽ നിന്ന് അത് ലാസ്റ്റ് എവിടം വരെ എത്തുന്നു? ആ ഡെസ്റ്റിനേഷൻ ആണ് ഇൻഫോർമേഷൻ റിസീവർ. അപ്പോൾ അതുവരെയുള്ള ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ, അതാണ് നമുക്ക് ഈ ബ്ലോക്ക് ഡയഗ്രത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇതിലത്തെ ഓരോ ബ്ലോക്കായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. ഇത് നമുക്ക് എല്ലാവർക്കും ഏതാണ്ടൊക്കെ അറിയാവുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. അത് കാരണം അത്രയ്ക്ക് വലിയ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും ഇവിടെ ചെറിയ മെയിൻ പോയിൻറ്റ്സ് ഒക്കെ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ചെറിയ തോതിലൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എന്താ, അല്ലെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്താ? സോഴ്സാണ്. സോഴ്സ് എന്താണ്? അല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻഫോർമേഷൻ സെൻറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇൻഫോർമേഷൻ സെൻറ്റർ അവിടെ എന്താ ചെയ്യുന്നത്? ഇറ്റ് ജനറേറ്റ്സ്. ആ സോഴ്സ് എന്താ ചെയ്യുന്നത്? ഇറ്റ് ജനറേറ്റ്സ് ദ ഒറിജിനൽ മെസ്സേജ് ഓർ ഇൻഫോർമേഷൻ ടു ബി ട്രാൻസ്മിറ്റഡ്. അപ്പോൾ ഏത് ഇൻഫോർമേഷനാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് അത് ജനറേറ്റ് ചെയ്യിപ്പിക്കുന്ന പണി. ഓക്കെ, അതാണ് നമ്മുടെ സോഴ്സിൻ്റെ പണി. അപ്പോൾ അത് പല ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ അത് ജനറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സൗണ്ട് വേവ്സ്, അല്ലെങ്കിൽ വീഡിയോ ഇമേജ്, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ്, അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ഇൻഫോർമേഷനാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫോർമേഷനെ അല്ലെങ്കിൽ ആ ഒറിജിനൽ മെസ്സേജിനെ ജനറേറ്റ് ചെയ്യിപ്പിക്കുന്നത് ആരോ അതാണ് സോഴ്സ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? അതാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് എന്താണ് വരുന്നത്? ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ. സെക്കൻഡ് ബ്ലോക്ക് ആണ് ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ. ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ ജോലി എന്താണ്? ഇറ്റ് കൺവേർട്സ് ദ നോൺ ഇലക്ട്രിക്കൽ മെസ്സേജ് like voice or music into a corresponding analog electrical signal, also called baseband signal. അപ്പോൾ ഇവിടെ എന്താ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മെസ്സേജ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ട ഫോം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ്.
ഓക്കെ. പക്ഷേ ഞാൻ പറഞ്ഞു, നമ്മൾ ഇൻഫോർമേഷൻ ജനറേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ സോഴ്സ് ഇൻഫോർമേഷൻ ജനറേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ പല ടൈപ്പ് ഉണ്ട്. സൗണ്ട് വേവ് ആവാം, വീഡിയോ ഇമേജ് ആവാം, ടെക്സ്റ്റ് മെസ്സേജ് ആവാം, പല ടൈപ്പ് വേണമെങ്കിലും ആവാം. ഓക്കെ. പക്ഷെ നമുക്കിതൊന്നും അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേണ്ട ഫോമാറ്റിൽ നമുക്ക് ആവശ്യമാണ്. ഏത് ഫോമാറ്റാണ് അത്? ഇലക്ട്രിക്കൽ സിഗ്നൽസ്. അപ്പോൾ ആ ഫോമാറ്റിലോട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ട്രാൻസ്ഡ്യൂസർ, ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് ഫോമിലാണോ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഇൻഫോർമേഷനാണ് നമ്മുടെ സോഴ്സ് ജനറേറ്റ് ചെയ്യിപ്പിക്കുന്നത്, അതിനെ നമുക്ക് ആവശ്യമുള്ള ഫോർമാറ്റായ ഇലക്ട്രിക്കൽ സിഗ്നൽസിലോട്ട് മാറ്റാം. അതാണ് എന്തിൻ്റെ പണി? ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസറിൻ്റെ ജോലി. അണ്ടർസ്റ്റുഡ്? അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് അവിടെ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാ? മൈക്രോഫോൺ എന്താ അവിടെ ചെയ്യുന്നത്? സൗണ്ട് പ്രഷർ വേവ്സ്, നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന അവിടെ സൗണ്ട് പ്രഷർ വേവ്സ് അവിടെ ജനറേറ്റ് ആവുന്നുണ്ട്. അതിനെ കറസ്പോണ്ടിങ് അനലോഗ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റുന്നു. അപ്പോൾ അവിടെ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസറായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത് ആരാണ്? മൈക്രോഫോൺ. അണ്ടർസ്റ്റുഡ്? അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് ബ്ലോക്ക് ആയിട്ടുള്ള ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ. ഇനി നെക്സ്റ്റ് അതിന് മുന്നേ ഒരു സംഭവമുണ്ട്, ബേസ് ബാൻഡ് സിഗ്നൽ. അത് ചിലപ്പോൾ ഒരു പുതിയ ടേം ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഈ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ ജനറേറ്റ് ചെയ്യുന്നത് ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കാം അല്ലേ? അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതിനൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ തരുന്ന സിഗ്നൽ ഉണ്ടല്ലോ, അത് ബേസ് ബാൻഡ് സിഗ്നലാണ്. ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലോ ഫ്രീക്വൻസി ആയിരിക്കും. അതിനെന്തായിരിക്കും? ലോ ഫ്രീക്വൻസി ആയിരിക്കും ആ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ടിലുള്ള സിഗ്നലിൻ്റെ പ്രത്യേകത. അതിന് ലോ ഫ്രീക്വൻസി കോമ്പണൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചാനലിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ കുറേ അൺവാണ്ടഡ് നോയ്സ് ഉണ്ടാവും. നമ്മൾ ഈ വയർലെസ് കൂടെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, ഫ്രീ സ്പേസ് കൂടിയാണ് നമ്മുടെ ഈ സിഗ്നലിന് വിടുന്നത്. അപ്പോൾ ഈ ലോ ഫ്രീക്വൻസി സിഗ്നലിനെയൊക്കെ നമ്മളിങ്ങനെ ഫ്രീ സ്പേസിലൂടെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അൺവാണ്ടഡ് നോയ്സ് അതിലോട്ട് ആഡായിട്ട് ഒന്നാമത് ലോ ഫ്രീക്വൻസി അല്ലേ, ഭയങ്കര ഫീബിളായിട്ട് അല്ലെങ്കിൽ ഫുൾ നോയ്സ് ആയിരിക്കും നമുക്ക് റിസീവ് ചെയ്യുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ബേസ് ബാൻഡ് സിഗ്നൽ അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ നമ്മൾ ഒരു ഈ കരിയർ വേവായിട്ട് അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി, കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹൈ ഫ്രീക്വൻസി സിഗ്നൽ. അത് കൊസൈൻ ആവാം, സൈൻ ആവാം, പല ടൈപ്പ്. ഓക്കെ. അപ്പോൾ ഈ ഹൈ ഫ്രീക്വൻസി കരിയറായിട്ട് നമ്മൾ എന്ത് ചെയ്യിപ്പിക്കും? ഈ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ടായിട്ടുള്ള ആ സിഗ്നലിനെ, ഇലക്ട്രിക്കൽ സിഗ്നലിനെ നമ്മൾ മോഡുലേഷൻ ചെയ്യിപ്പിക്കും. അതാണ് നമ്മുടെ അടുത്ത ബ്ലോക്ക്, ട്രാൻസ്മിറ്റർ സർക്യൂട്ട്. അവിടെയാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്, മോഡുലേഷനിൽ എന്താ നടക്കുന്നത്? ഈ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ഹൈ ഫ്രീക്വൻസി കരിയറായിട്ട് നമ്മൾ മിക്സ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ മോഡുലേറ്റ് ചെയ്യിപ്പിക്കുക. എങ്കിൽ മാത്രം നമുക്കൊരു എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഈ ലോങ് ഡിസ്റ്റൻസിലൊക്കെ നമുക്ക് ഈ സംഭവത്തിനെ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, നമ്മുടെ മെസ്സേജ് സിഗ്നലിനെ. ഓക്കെ. അപ്പോൾ അതാണ് ഈ ട്രാൻസ്മിറ്റർ സർക്യൂട്ടിൻ്റെ ജോബ് എന്ന് പറയുന്നത്. കണ്ട, ഇറ്റ്സ് എ മെയിൻ ജോബ്. ദ ട്രാൻസ്മിറ്റേഴ്സ് മെയിൻ ജോബ് is to prepare the low frequency baseband signal for efficient long distance transmission over the channel. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, വെറുതെ വിടാന്ന് വെച്ചാൽ നമുക്ക് വിടാം, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? എഫിഷ്യൻ്റായി നോയ്സ് അധികം ഇല്ലാണ്ട് കറക്റ്റായിട്ട് നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതല്ലേ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, ആ ഒരു എഫിഷ്യൻറ്റ് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ആ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ പ്രിപ്പയർ ചെയ്യുക. ആ പ്രിപ്പറേഷൻ എന്താണ് അവിടെ? മോഡുലേഷൻ. അതാണ് അവിടെ നടക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പഠിക്കും. ഇതിപ്പോൾ ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. ട്രാൻസ്മിറ്റർ സർക്യൂട്ടിൽ നടക്കുന്നത് എന്താണ്? മോഡുലേഷൻ. അതിൻ്റെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ലോ ഫ്രീക്വൻസി ആണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ. അത് അങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഹൈ ഫ്രീക്വൻസി കരിയറിനെ ലോ ഫ്രീക്വൻസി നമ്മുടെ ഇലക്ട്രിക്കൽ സിഗ്നൽ നമ്മളൊന്ന് മിക്സ് ചെയ്യിപ്പിച്ച് അതിനൊന്ന് റെഡി ആക്കും. അങ്ങനെ കുറേ ദൂരമൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ സെറ്റാക്കി വെക്കും. ഓക്കെ. അതാണ് അവിടെ ട്രാൻസ്മിറ്റർ സർക്യൂട്ടിൽ നടക്കുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ നമ്മൾ 3 ബ്ലോക്ക് നമ്മൾ നോക്കി. ഇനി നെക്സ്റ്റ് ബ്ലോക്ക് എന്താ? അത് അധികം പറയേണ്ട കാര്യമൊന്നുമില്ല. ട്രാൻസ്മിഷൻ ചാനൽ എന്താണ്? ഇറ്റ്സ് എ ഫിസിക്കൽ മീഡിയം കണക്റ്റിംഗ് ദ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. അപ്പോൾ ട്രാൻസ്മിറ്ററിനെയും റിസീവറിനെയും തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഫിസിക്കൽ മീഡിയമാണ് എന്ത്? നമ്മുടെ ട്രാൻസ്മിഷൻ ചാനൽ. അത് എക്സാമ്പിളിൽ കോആക്സിയൽ കേബിൾ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, ഇത് രണ്ടും എന്താ? വയേർഡ് ചാനലാണ്. പക്ഷേ ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് എന്താ? വയർലെസ് അല്ലെങ്കിൽ വയർലെസ് ചാനലാണ് ഫ്രീ സ്പേസ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നോയ്സ്. ഇവിടെ എന്ത് ആഡപ്പ് ആവും? ഇവിടെയാണ് നമ്മുടെ വില്ലൻ ആഡ് ആവുന്നത്. നോയ്സ് ആഡ് ആവുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ഈ ട്രാൻസ്മിഷൻ ചാനലിൽ അവിടെ വെച്ചിട്ട് നമുക്ക് നോയ്സ് ആഡ് ആവും. ഓക്കെ. അപ്പോൾ നോയ്സ് എന്താണ്? ഇറ്റ് ഈസ് എൻ അൺവാണ്ടഡ്
റാൻഡം ഇലക്ട്രിക്കൽ സിഗ്നൽ ദാറ്റ് ഇസ് ആഡഡ് ടു ദ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ ആസ് ഇറ്റ് ട്രാവൽസ്. അപ്പോൾ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ ഇങ്ങനെ ട്രാവൽ ചെയ്യിക്കുക, ചാനലിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ വന്ന് ആഡ് ആവും. അതാണ് നമ്മുടെ നോയ്സ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ. ഓക്കെ, റാൻഡം ആയിട്ടുള്ള കുറച്ച് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആഡായിട്ട് അവിടെ അതിൻ്റെ ഇപ്പോൾ നമ്മൾ മെസ്സേജ് സിഗ്നൽ അതുകൊണ്ട് നമ്മൾ മോഡുലേഷൻ ചെയ്യിപ്പിച്ച് ലോ ഫ്രീക്വൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെറുതെ അനാവശ്യകാല കുറേ സാധനങ്ങൾ ആഡായി എന്താവും, നമുക്ക് ലാസ്റ്റ് ഔട്ട്പുട്ടിൽ ഒന്നും കിട്ടില്ല, നമ്മൾ കൊടുത്ത സാധനമൊന്നും കിട്ടുകയില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ കൂട്ടി മോഡുലേഷനൊക്കെ ചെയ്യിപ്പിച്ചിട്ട് പിന്നെ ട്രാൻസ്മിഷൻ ചാനലിൽ കൂടെ കടത്തി വിടുന്നത്. അപ്പോൾ നോയ്സ് ആഡ് ആയാലും ഒരു പരിധി വരെയൊക്കെ കുഴപ്പമില്ലാണ്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വൺസ് നോയ്സ് ഇസ് ആഡഡ് ഇറ്റ് കനോട്ട് ബി പെർഫെക്റ്റ്ലി സെപ്പറേറ്റഡ് ഫ്രം ദി മെസ്സേജ് സിഗ്നൽ. ഓക്കെ, എത്രത്തോളം ആഡ് ആയാലും നമ്മൾ കുറേയൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും കുറച്ചൊക്കെ നോയ്സൊക്കെ ഉണ്ടാവും. ഓക്കെ, അതൊന്ന് മനസ്സിൽ വയ്ക്കാം. ഇനി നെക്സ്റ്റ്, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ട്രാൻസ്മിഷൻ്റെ ഭാഗമാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ റിസീവർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ റിസീവേഴ്സ് റോൾ എന്താണ്? ദ റിസീവേഴ്സ് റോൾ ഈസ് ടു സെലക്ട് ദ ഡിസൈർഡ് സിഗ്നൽ ഫ്രം ഓൾ റിസീവ്ഡ് സിഗ്നൽസ്. കുറേ റിസീവ്ഡ് സിഗ്നൽസ് ഉണ്ടാവും, പക്ഷെ അതിൽ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈർഡ് സിഗ്നലിനെ സെലക്ട് ചെയ്യിപ്പിക്കുക. അതിനുശേഷം റിവേഴ്സ് പ്രോസസ്സ്, ട്രാൻസ്മിഷനിൽ നമ്മൾ എന്താണ് ചെയ്ത് അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സിഗ്നലിനെ റിസീവ് ചെയ്ത സിഗ്നലിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ആ പെർട്ടിക്കുലർ സിഗ്നലിനെ മാത്രം എടുക്കുക. അതാണ് നമ്മുടെ റിസീവർ സർക്യൂട്ടിൻ്റെ ജോലി. അവിടെ കീ ഫംഗ്ഷൻ എന്താണ്? ഡീമോഡുലേഷൻ. റിവേഴ്സ് പ്രോസസ്സാണല്ലോ പറഞ്ഞത്. ട്രാൻസ്മിഷനിൽ നമ്മൾ എന്താണ് ചെയ്തത്? മോഡുലേഷൻ. അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് ഡീമോഡുലേഷനാണ് നമ്മളിവിടെ റിസീവർ സർക്യൂട്ടിൽ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലോ ഫ്രീക്വൻസി സിഗ്നലിനെ, ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ വീണ്ടും നമ്മൾ ശരിക്കും ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ് ഒക്കെ എഴുതേണ്ടി വരുമല്ലോ എക്സാമിന് എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ടേംസ് പറയുന്നത്. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ഡീമോഡുലേഷൻ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ലോ ഫ്രീക്വൻസി സിഗ്നൽ ഉണ്ടെന്ന് പറഞ്ഞു, ഇവിടെ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ടിൽ. അപ്പോൾ അത് നമ്മൾ ഈ ഹൈ ഫ്രീക്വൻസി കരിയറുമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് മോഡുലേഷൻ നടത്തി. അപ്പോൾ അവിടെ പല ഫ്രീക്വൻസീസിൽ ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളതിനെ മാത്രം നമ്മൾ ആ ബേസ് ബാൻഡ് സിഗ്നലിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് തിരിച്ചെടുക്കുക. അതാണ് ഡീമോഡുലേഷൻ. അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ സൈഡും അല്ലെങ്കിൽ നമുക്ക് സ്പെക്ട്രം ഒക്കെ വരച്ചിട്ട് നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഇത് മാത്രം മനസ്സിലാക്കാം, ഡീമോഡുലേഷൻ നടത്തിപ്പിക്കുന്നു എന്ന് മാത്രം നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അതിനുശേഷം ചെറുതായിട്ടൊരു ചെറിയ തോതിൽ ഒരു ആംപ്ലിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞു നോയ്സ് ഇവിടെ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സംഭവത്തിന് ചിലപ്പോൾ ഈ സിഗ്നലിൻ്റെയൊക്കെ ഒരു ഇത് കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യിപ്പിക്കാൻ ചെറിയ തോതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാം, ഒരു ആംപ്ലിഫിക്കേഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പോയിന്റ് പോലെ അത് ആഡ് ചെയ്യാവേ. ആംപ്ലിഫിക്കേഷനും അതെവിടെ നമുക്ക് വേണമെങ്കിൽ റിസീവർ സർക്യൂട്ടിൽ നമുക്ക് കൊടുക്കാം, ഒന്ന് സിഗ്നലിൻ്റെ സ്ട്രെങ്ത്ത് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ, അത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ സംസാരിച്ചപ്പോൾ ജനറേറ്റ് ചെയ്ത സൗണ്ട് പ്രഷർ വേവ്സ് ആയിരുന്നു. അതിന് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി. ഇനി കേൾക്കേണ്ടത് എങ്ങനെയാണ്? അയാൾക്ക് റിസീവ് ചെയ്യണ ആൾക്ക് കേൾക്കേണ്ടത് എന്താണ്? സൗണ്ട് പ്രഷർ വേവ് ആയിട്ട് തന്നെയാണ് തിരിച്ച് കേൾക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യിപ്പിക്കണം? നമുക്ക് ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ തിരിച്ച് നമ്മുടെ ഈ സൗണ്ട് പ്രഷർ വേവ്സിലോട്ട് കൺവേർട്ട് ചെയ്യിപ്പിക്കണം. അവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കുന്നത്. ഒരു സ്പീക്കർ, അതാണ് അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ. ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസറിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്നാണ് സ്പീക്കർ. അതെന്ത് ചെയ്യിപ്പിക്കുന്നു? ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ തിരിച്ച് സൗണ്ട് വേവ്സ് ആക്കി മാറ്റുന്നു. ഇവിടെയാണ് എക്സാമ്പിളാണ് നമുക്ക് വേണമെങ്കിൽ സ്പീക്കർ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസറാണ് നമ്മുടെ മൈക്രോഫോണാണ് ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ. ഇവിടെ സ്പീക്കറാണ് ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റിവേഴ്സ് ഓപ്പറേഷൻ ഓഫ് ദ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ ചെയ്ത് എന്താണോ പണി അതിൻ്റെ റിവേഴ്സ് ഓപ്പറേഷൻ. അപ്പോൾ റിസീവ്ഡ് ഇലക്ട്രിക്കൽ സിഗ്നലിനെ നമ്മൾ ഒറിജിനൽ ഫിസിക്കൽ ഫോമിലോട്ടാക്കി മാറ്റുന്നു. ഓക്കെ, ഇപ്പോൾ സൗണ്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽ സൗണ്ട് പ്രഷർ വേവ്സ് ഒക്കെ ആക്കി മാറ്റുക. അങ്ങനെ നമുക്ക് എങ്ങനെയാണ് ശരിക്കും കേൾക്കേണ്ടത് അതേ രൂപത്തിലോട്ടാക്കി മാറ്റും. അതാണ് നമ്മുടെ ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസറിൻ്റെ പണി. ഇനി അടുത്തെന്താ? ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഫോർമേഷൻ റിസീവർ. ആർക്ക് വേണ്ടിയാണോ ആ സെൻഡർ മെസ്സേജ് ജനറേറ്റ് ചെയ്തേ, ആ ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ ജനറേറ്റ് ചെയ്തത് ആർക്ക് വേണ്ടിയാണോ അയാൾ. ഓക്കെ, അയാളെന്ന് പറയാൻ പറ്റില്ല, അയാളെന്ന് മാത്രമല്ല, അതൊരു കമ്പ്യൂട്ടറും ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ ദ ഫൈനൽ യൂസർ ഓർ ഡിവൈസ്, ചിലപ്പോൾ അത് ഡിവൈസ് ആവും. ഇപ്പോൾ നമ്മളൊരു വീഡിയോ സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊരു ഡിവൈസ് വേണമെങ്കിലും ആവാം. ഇനിയിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതൊരു യൂസറും ആവാം. ഓക്കെ, ദ ഫൈനൽ യൂസർ ഓർ ഡിവൈസ് ഫോർ ഹൂം ദ മെസ്സേജ് ഈസ് ഇൻറ്റൻറ്റഡ്. അപ്പോൾ അത് ആർക്ക് വേണ്ടിയാണോ
ചെയ്തേ, ആ മെസ്സേജ് ജനറേറ്റ് ചെയ്തേ ആ ഫൈനൽ യൂസർ അല്ലെങ്കിൽ ആ ഡിവൈസ്, അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഓക്കെ, ആണ് എക്സാമ്പിൾ പേഴ്സൺ ആവാം, ഇല്ലെങ്കിൽ അതൊരു കമ്പ്യൂട്ടർ ആവാം. ഓക്കെ, അപ്പോൾ ഇതാണൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത് അത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാവേ. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്താണ് നമുക്ക് വരുന്നത്? സോഴ്സ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ സെൻറ്റർ. അത് അപ്പോൾ മെസ്സേജ് ഇൻപുട്ട്, നമുക്ക് മെസ്സേജ് ഇൻപുട്ടാണ് നമ്മുടെ സോഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്നതാണ് അടുത്ത ബ്ലോക്കാണ് നമ്മുടെ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ. ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യും? ഈ മെസ്സേജ് ഇൻപുട്ടിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റും. എന്താക്കി മാറ്റും? ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റും. അല്ല, മെസ്സേജ് സിഗ്നൽ ഈസ് ടു ബി ട്രാൻസ്മിറ്റഡ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു ഇതെന്ന് പറയുന്നത് എന്താണ്? ലോ ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അത് എഫിഷ്യൻറ്റ് ട്രാൻസ്മിഷൻ അവിടെ നടക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കരിയർ സിഗ്നൽ സോഴ്സിൽ നിന്ന് കരിയർ സിഗ്നലിനെ ജനറേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ട്രാൻസ്മിറ്റർ സർക്യൂട്ടിൽ എന്ത് ചെയ്യും? മോഡുലേഷൻ നടത്തും. ഇവിടെ എന്താണ് നടക്കുന്നത്? മോഡുലേഷൻ. നടത്തും. മോഡുലേഷൻ നടത്തിയതിന് ശേഷമാണ് ഇവിടെ നമ്മൾ സിഗ്നലിനെ പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം നമ്മൾ ട്രാൻസ്മിഷൻ ചാനലിലൂടെ കടത്തിവിടുന്നത്. അപ്പോൾ അവിടെ എന്താണ് നമുക്ക് പ്രശ്നം? അവിടെ നമ്മുടെ വില്ലൻ വന്നു, നോയ്സ് അവിടെ ആഡപ്പ് ആവും. പിന്നെ അത് നമ്മൾ റിസീവ് ചെയ്യും. റിസീവർ സർക്യൂട്ടിൽ നമ്മളത് റിസീവ് ചെയ്യിപ്പിക്കും. നമുക്ക് ആവശ്യമുള്ള ഡിസൈർഡ് സിഗ്നലിനെ നമ്മൾ റിസീവ് ചെയ്യിപ്പിക്കും. എന്നിട്ട് അവിടെ വേണമെങ്കിൽ ചെറിയ തോതിൽ ആംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്യാം, സിഗ്നലിൻ്റെ സ്ട്രെങ്ത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ അതെന്ത് ചെയ്യണം? നമ്മുടെ ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോമിലോട്ടാക്കി മാറ്റുന്നതാണ്. അതുപോലെ സൗണ്ട് വേവ്സ് അങ്ങനെയൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള രൂപത്തിലോട്ടാക്കി മാറ്റുക. ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോമിലോട്ട് ആക്കി മാറ്റുന്നതാണ് ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ. അതിന് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞു സ്പീക്കർ. അതിനുശേഷം അത് ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ റിസീവർ അവിടോട്ട് എത്തും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ. നമ്മുടെ ആ ഇൻഫോർമേഷൻ എങ്ങനെയൊക്കെ ഏതൊക്കെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതാണ് നമുക്കിതിലൂടെ ഈ ബ്ലോക്ക് ഡയഗ്രാം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നീഡ് ഫോർ മോഡുലേഷനാണ്. അപ്പോൾ നീഡ് ഫോർ മോഡുലേഷൻ നോക്കണക്കാട്ട് മുന്നേ നമുക്ക് ആദ്യം എന്താണ് മോഡുലേഷൻ നമുക്ക് നോക്കാം. മെസ്സേജ് സിഗ്നൽ മാറുന്നതിനനുസരിച്ച് കരിയർ സിഗ്നലാണ് ഹൈ ഫ്രീക്വൻസി കരിയർ സിഗ്നലിൻ്റെ പല പ്രോപ്പർട്ടീസ് നമ്മൾ വേരി ചെയ്യിപ്പിക്കുക. അതാണ് മോഡുലേഷൻ. അപ്പോൾ എന്താണ് മോഡുലേഷൻ? ഇസ് എ പ്രോസസ് ഓഫ് വേരിയിങ് വൺ ഓർ മോർ പ്രോപ്പർട്ടീസ് ഓഫ് എ ഹൈ ഫ്രീക്വൻസി കരിയർ സിഗ്നൽ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻഫോർമേഷൻ ബെയറിംഗ് സിഗ്നൽ ദാറ്റ് ഇസ് എ മെസ്സേജ് സിഗ്നൽ. ഒന്നും പറയാം, മെസ്സേജ് സിഗ്നലിലെ മെസ്സേജ് വേരി ചെയ്യുക അല്ലെങ്കിൽ ഇൻഫോർമേഷൻ വേരി ചെയ്യുന്നതിനനുസരിച്ച് ഹൈ ഫ്രീക്വൻസി കരിയർ സിഗ്നലിലെ ഒന്നോ അതിൽ കൂടുതലോ പ്രോപ്പർട്ടീസ് നമ്മൾ വേരി ചെയ്യിപ്പിക്കുക. അപ്പോൾ ഒരു സിഗ്നലിലെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു സിഗ്നൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിഗ്നലിനെ A cos omega t plus 5 ഇങ്ങനെ നമുക്കൊരു സിഗ്നൽ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്കറിയാം. അപ്പോൾ അതിൽ ഈ A എന്താണ്? ഇറ്റ് ഇസ് എൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നൽ, ദാറ്റ് ഇസ് എ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. ഇനി ഒമേഗ എന്താണ്? ഇസ് എൻ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ ഒമേഗ എന്താണ്? 2πf. അപ്പോൾ ഈ എഫ് എന്താണ്? അതിൽ ഫ്രീക്വൻസിൻ്റെ ഫോർമുല എന്താണ്? 1/ടൈം പീരീഡ് അല്ലേ. അപ്പോൾ ടൈം പീരീഡ് ഞാൻ ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് വേവ് ട്രാവൽ ചെയ്യാൻ എടുത്തൊരു ടൈം, ഒരു സിംഗിൾ വേവ് കംപ്ലീറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈമാണ് ടൈം പീരീഡ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് നമുക്ക് ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ഈ ഒമേഗ എന്ന് പറയുന്നത് 2πf എന്നെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒമേഗ കിട്ടും. അപ്പോൾ പിന്നെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് എന്തൊരു സിഗ്നലിൻ്റെ ഫേസ് എന്ന് പറയുന്നത്, കാരണം ആംഗിൾ, മനസ്സിലായി, ഒരു ആംഗിൾ. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസാണ് ഒരു സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാനുണ്ടാവുക. അപ്പോൾ ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും ഒരു സിഗ്നലിൽ, അതുപോലെ തന്നെ ഒരു ഫ്രീക്വൻസി ഉണ്ടാവും, അതുപോലെ തന്നെ എന്താവും ഒരു ഫേസ് അല്ലെങ്കിൽ ഒരു ആംഗിൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഈ 1 or more പ്രോപ്പർട്ടീസ് ഓഫ് എ ഹൈ ഫ്രീക്വൻസി കരിയർ സിഗ്നൽ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഒരു സിഗ്നലിൽ ഒന്നോ അതിൽ കൂടുതൽ പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ ഏതൊക്കെ പ്രോപ്പർട്ടീസാണ് അത്? ഒന്ന് ആംപ്ലിറ്റ്യൂഡ്, പിന്നെന്താണ് ഫ്രീക്വൻസി, പിന്നെന്ന് പറഞ്ഞാൽ എന്താണ് ഫേസ്. അപ്പോൾ ഇതിലത്തെ ഒന്നോ അതിൽ കൂടുതൽ പ്രോപ്പർട്ടീസ് നമ്മൾ ഈ വേരി ചെയ്യിപ്പിക്കും. കരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡോ അല്ലെങ്കിൽ കരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയോ കരിയർ സിഗ്നലിൻ്റെ ഫേസോ മാറ്റും നമ്മൾ. എന്തിനനുസരിച്ച്? മെസ്സേജ് സിഗ്നലിൻ്റെ ഇൻഫോർമേഷൻ മാറുന്നതിനനുസരിച്ച്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡുലേഷൻ എന്ന് പറയുന്നത്. ഈ മോഡുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് 2 തരത്തിലുണ്ട്. അനലോഗ് മോഡുലേഷൻ ഉണ്ട്, നമുക്ക് അതുപോലെ തന്നെ ഡിജിറ്റൽ മോഡുലേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ നോക്കുന്നത് എന്താണ്? അനലോഗ് മോഡുലേഷനാണ്. അതിൽ 3 ടൈപ്പാണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറുക, അപ്പോൾ എന്താണത്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇനി കരിയറിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ മാറ്റണമെങ്കിൽ അപ്പോൾ എന്താവും? അത് ഫ്രീക്വൻസി മോഡുലേഷൻ. ഇനി ഫേസ് ആണ് മാറ്റണമെങ്കിലോ
ഫേസ് മോഡുലേഷൻ. മനസ്സിലായോ? നെക്സ്റ്റ് ടൈപ്പാണ് ഡിജിറ്റൽ മോഡുലേഷൻ. അപ്പോൾ ഡിജിറ്റൽ മോഡുലേഷനിൽ വരുന്ന പല ടൈപ്പാണെന്ത്? ASK, PSK, അതുപോലെ തന്നെ FSK. ASK എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്, കാരണം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും മാറുന്നുണ്ടാവുക. PSK എന്താണ്? ഫേസ് ഷിഫ്റ്റ് കീയിങ്. FSK എന്താണ്? ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും മാറുന്നുണ്ടാവുക കരിയറിൻ്റെ, ഇവിടെ ഫേസ് ആയിരിക്കും, ഇവിടെ ഫ്രീക്വൻസി ആയിരിക്കും. പക്ഷേ ഈ മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മോഡുലേഷൻ്റെ ടൈപ്പിൽ വരുന്നതാണ്. അത് നമ്മൾ പിന്നീടുള്ള മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? അനലോഗ് മോഡുലേഷൻ. അതിൽ AM, FM, PM. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇപ്പോൾ ഞാനിവിടെ 3 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ AM മോഡുലേഷൻ്റെ ആണ്, ഇത് നമ്മുടെ ഫ്രീക്വൻസി മോഡുലേഷൻ്റെ ആണ്, ഇത് നമ്മുടെ ഫേസ് മോഡുലേഷൻ്റെ ആണ്. അപ്പോൾ ഈ AM മോഡുലേഷനിലെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നോക്കിയേ, ഇതാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നമ്മുടെ മെസ്സേജ് സിഗ്നൽ. ഇത് നമ്മുടെ കരിയർ സിഗ്നൽ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞ, മോഡുലേഷൻ എന്ന് പറയുന്നത് മെസ്സേജ് സിഗ്നൽ വേരി ചെയ്യുന്നതിനനുസരിച്ച് കരിയർ സിഗ്നലിൻ്റെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വേരി ചെയ്യും. അപ്പോൾ ഈ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ മെസ്സേജ് സിഗ്നലിൽ മാറുന്നതിനനുസരിച്ച് ഇവിടെ കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇനീഷ്യലി ഇങ്ങനെയായിരുന്നു, ഇങ്ങനത്തെ തരത്തിലുള്ള ആംപ്ലിറ്റ്യൂഡായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. പക്ഷെ ഇവിടെ നോക്കിയപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവിടെ കുറവ്, കരിയറിൻ്റെ ഇവിടെ കുറച്ച് കൂടുന്നു, വീണ്ടും ആംപ്ലിറ്റ്യൂഡ് ഈ ഭാഗത്ത് കൂടുന്നുണ്ട്, ഇവിടെ നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡ് കൂടി, പിന്നെ വീണ്ടും കുറയുന്നു, ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ മെസ്സേജ് സിഗ്നൽ വേരി ചെയ്യുന്നതനുസരിച്ച് ഇവിടെ എന്താണ്, കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറിയിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് ജസ്റ്റ് ഒന്ന് ഫിഗർ നിങ്ങൾക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ മനസ്സിലായാൽ മതി. കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെയായിരുന്നു, പിന്നീട് ഇത് എന്തായി മാറി? ഇങ്ങനെയായി മാറി. ഇത് എങ്ങനെയാണ് മാറിയത്? ഈ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറുന്നതനുസരിച്ച് ഇതിൻ്റെയും കരിയർ സിഗ്നലിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് മാറുകയാണ്. മെസ്സേജ് സിഗ്നൽ മാറുന്നതനുസരിച്ച് കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറിക്കഴിഞ്ഞാൽ അത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. അതിൻ്റെ ഫിഗറാണ് ഇത്. നെക്സ്റ്റ് ടൈപ്പാണ് എന്ത്? ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ. ഇതാണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ M(t). ഇത് നമ്മുടെ കരിയർ സിഗ്നൽ C(t). അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഫ്രീക്വൻസി. നോക്കിക്കേ, മനസ്സിലായോ? അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവാണ് ഇത്. അപ്പോൾ ഇവിടെ നമ്മുടെ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടി വരുന്നു. ഇവിടെ അത് അതിന് മാക്സിമമാണ് ആംപ്ലിറ്റ്യൂഡ്, പിന്നെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നു. ഇവിടെയാണ് അതിൻ്റെ മിനിമം. ഇനി അതിനനുസരിച്ച് നോക്കിയേ, മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ കരിയറിൻ്റെ ഫ്രീക്വൻസി എന്താണ്? കൂടുന്നു. കണ്ടാ, ആദ്യം കുറവായിരുന്നു, പിന്നെ ഇതിൻ്റെ മറ്റേ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടി വരികയാണ്. അതിനനുസരിച്ച് ഇതിൻ്റെ ഫ്രീക്വൻസി കൂടി അടുപ്പിച്ച് വന്നു. ഇനി ഇതിൻ്റേത് ആംപ്ലിറ്റ്യൂഡ്, മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് ഇവിടെയാണ് മിനിമം ആണ്. ആ സമയത്ത് നോക്കി ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് മിനിമമാണ് അല്ലേ. ഇവിടെ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്ന സ്ഥലത്ത് ഇവിടെ നമുക്ക് ഫ്രീക്വൻസി എന്താണ്? ഫ്രീക്വൻസി കൂടുതലാണ്. ഈ ഭാഗത്ത് എന്താണ്? മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയുന്ന സമയത്ത് നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത്? മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മെസ്സേജ് സിഗ്നലിൻ്റെ ഈ വാല്യൂസ് മാറുന്നതിനനുസരിച്ച് ഇവിടെ നമ്മുടെ കരിയറിൽ ആദ്യം ഉണ്ടായിരുന്ന ഫ്രീക്വൻസി ഇങ്ങനെയായിരുന്നു, കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ആണല്ലേ. പക്ഷെ ഇവിടെ നോക്കി ഫ്രീക്വൻസി മാറിക്കൊണ്ടിരിക്കുകയാണ്. മെസ്സേജ് സിഗ്നലിൻ്റെ മാറുന്നതിനനുസരിച്ച് കരിയർ ഇങ്ങനെ ഉണ്ടായിരുന്ന കരിയർ ഇപ്പോൾ ഇങ്ങനെയായി. മനസ്സിലായോ? കരിയറിൻ്റെ ഫ്രീക്വൻസി മാറുക മെസ്സേജ് സിഗ്നലിൻ്റെ ഇൻഫോർമേഷൻ മാറുന്നതിനനുസരിച്ച്. ഇനി അടുത്ത ഫേസ് മോഡുലേഷൻ. ഫേസ് മോഡുലേഷനിൽ എന്തായിരിക്കും? ആംഗിൾ മാറുക. മെസ്സേജ് സിഗ്നൽ ഇങ്ങനെയാണ് മാറുന്നത്. അപ്പോൾ മെസ്സേജ് സിഗ്നലിൽ പീക്ക് വാല്യൂ അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ട ഫേസ് മാറും. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഫേസ് പെട്ടെന്ന് ഒരു ഫേസ് ഷിഫ്റ്റ് വരും. മനസ്സിലായോ? ഇനി ഇതിവിടെ നെഗറ്റീവായി, എന്നാൽ ഏറ്റവും മിനിമമായി ആംപ്ലിറ്റ്യൂഡ് മെസ്സേജ് സിഗ്നലിൻ്റെ. ആ സമയത്ത് കണ്ട വീണ്ടും ഒരു ഫേസ് ഷിഫ്റ്റ് നടന്നു. ഇനി വീണ്ടും ഇവിടെ വെച്ച് നോക്കിയേ, അപ്പോൾ ഇവിടെ വീണ്ടും ഒരു ഫേസ് ഷിഫ്റ്റ് നടന്നു. പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ ഇങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതിൽ ഓരോ പെർട്ടിക്കുലർ ടൈമിലാണ് മെസ്സേജ് സിഗ്നൽ ഹൈ വാല്യൂ അറ്റൈൻ ചെയ്യുമ്പോൾ, അതുപോലെ മെസ്സേജ് സിഗ്നൽ ലോ വാല്യൂ അറ്റൈൻ ചെയ്യണം. ആ പെർട്ടിക്കുലർ ടൈമിൽ എന്താവുകയാണ്? കരിയറിൻ്റെ ഫേസ് മാറുകയാണ്. മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആകുമ്പോൾ കരിയറിൻ്റെ ഫേസ് മാറി, മിനിമം ആകുമ്പോൾ കരിയറിൻ്റെ ഫേസ് മാറി, അങ്ങനെ ഫേസാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കരിയറിൻ്റെ ഫേസ് മാറുന്നു. അപ്പോൾ അത് ഫേസ് മോഡുലേറ്റഡ് സിഗ്നലായി മാറുകയാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? ഒരു എഫിഷ്യൻറ്റ് ട്രാൻസ്മിഷൻ നടക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇതെന്തിനാണ് നമ്മൾ ചെയ്യണത്? എഫിഷ്യൻറ്റ് ട്രാൻസ്മിഷൻ നടക്കാൻ വേണ്ടിയിട്ട്.
അതിലാണ് നമ്മൾ മോഡുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അനലോഗ് മോഡുലേഷനാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലുള്ളത്. അപ്പോൾ അതിൽ AM ഉണ്ട്, FM ഉണ്ട്, PM ഉണ്ട്. AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് സിഗ്നലിൽ മാറുന്നതിനനുസരിച്ച് കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറുന്നു, അതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഫേസ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ മെസ്സേജ് സിഗ്നൽ മാറുന്നതിനനുസരിച്ച് കരിയറിൻ്റെ ഫ്രീക്വൻസി മാറും. മെസ്സേജ് സിഗ്നൽ ഹൈ ആകുമ്പോൾ മറ്റേ കരിയറിൻ്റെ ഫ്രീക്വൻസി ഭയങ്കര ഹൈ ആവുന്നു, മെസ്സേജ് സിഗ്നൽ കുറയുമ്പോൾ കരിയറിൻ്റെ ഫ്രീക്വൻസി കുറയുന്നു, അങ്ങനെ. ഇനി ഫേസ് മോഡുലേഷൻ എന്താണ്? മെസ്സേജ് സിഗ്നൽ ഹൈ വാല്യൂ അറ്റൈൻ ചെയ്യുന്ന സമയത്ത് കരിയറിൻ്റെ മറ്റേ ഫേസ് റിവേഴ്സ് ആവുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. ഫേസ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഫേസ് റിവേഴ്സൽ അവിടെ നടക്കുന്നു. ഇനി അതുപോലെ തന്നെ വീണ്ടും പിന്നെ അത് അവിടെ നിന്ന് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പെട്ടെന്ന് വീണ്ടും മെസ്സേജ് സിഗ്നലിൻ്റെ വാല്യൂ ഭയങ്കര ലോ മിനിമം ആവുന്ന സമയത്ത് വീണ്ടും എഗെയിൻ ഒരു ഫേസ് റിവേഴ്സൽ വരുന്നു, അല്ലെങ്കിൽ ഒരു ഫേസ് ഷിഫ്റ്റ് വരുന്നു, അങ്ങനെ. എന്തിലാണ് ഇതൊക്കെ ചേഞ്ചസ് നടക്കുന്നത്? ഫേസ് ആയിക്കോട്ടെ, ഫ്രീക്വൻസി ആയിക്കോട്ടെ, ആംപ്ലിറ്റ്യൂഡ് ആയിക്കോട്ടെ, എന്തിൻ്റെയാണ് മാറുന്നതൊക്കെ? കരിയറിൻ്റെയാണ് മാറുന്നത്. പക്ഷേ എന്തിന് അനുസരിച്ചാണ് മാറുന്നത്? മെസ്സേജ് സിഗ്നലിനനുസരിച്ച്. ഈ മെസ്സേജ് സിഗ്നലിനനുസരിച്ച് കരിയറിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് വേരി ചെയ്യുന്നു. ഏതൊക്കെ പ്രോപ്പർട്ടി? ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ഫേസ്. മാറുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ട്രാൻസ്മിഷൻ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താണ് മോഡുലേഷൻ നോക്കി. ഇനി നമുക്ക് നീഡ് ഫോർ മോഡുലേഷൻ എന്നുള്ള ടോപ്പിക്ക് നോക്കാം. അപ്പോൾ നീഡ് ഫോർ മോഡുലേഷനിൽ ഇപ്പോൾ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 5 പോയിൻ്റാണ്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിഡക്ഷൻ ഇൻ ഹൈറ്റ് ഓഫ് ദി ആൻറ്റിന, പിന്നെന്താ? അവോയ്ഡ് മിക്സിംഗ് ഓഫ് സിഗ്നൽസ്, പിന്നെ ഇൻക്രീസിങ് ദ റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ മൾട്ടിപ്ലെക്സിങ് ഇസ് പോസിബിൾ, പിന്നെ ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് റിസപ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഓരോ പോയിൻ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിഡക്ഷൻ ഇൻ ഹൈറ്റ് ഓഫ് ദി ആൻറ്റിന. ഫോർ ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ സിഗ്നൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ഹൈറ്റ് ഓഫ് ദി ആൻറ്റിനയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? H എന്ന് പറയുന്നത് λ/4 ആണ്. H എന്ന് പറയുന്നത് എന്താണ്? λ/4. അവിടെ H എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ആൻറ്റിന, ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് /4. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ആൻറ്റിന ഒരു റേഡിയോ സിഗ്നലൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ആൻറ്റിനയുടെ ഹൈറ്റിൻ്റെ ഒരു ഇക്വേഷനാണ് λ/4 എന്ന്. അവിടെ ഈ ലാംഡ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ലാംഡ എന്ന് പറയുന്നത് C/F ആണ്. അതിൽ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് 3 × 10⁸ m/s. അതിൽ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദി ട്രാൻസ്മിറ്റിംഗ് മെസ്സേജ് സിഗ്നൽ. അത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഏത് ഫ്രീക്വൻസിയിലാണ് മെസ്സേജിനെ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഫ്രീക്വൻസിയാണ് ഈ F എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് മോഡുലേഷൻ ചെയ്യണക്കാട്ട് മുന്നേ ഉള്ള ഫ്രീക്വൻസിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 kHz ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 kHz പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി കുറവാണ്. കാരണം മോഡുലേഷൻ ചെയ്യണക്കാട്ട് മുന്നേ മോഡുലേഷൻ ചെയ്തിട്ടില്ല നമ്മൾ. അങ്ങനത്തെ തരത്തിലുള്ള, കാരണം ബേസ് ബാൻഡ് സിഗ്നൽസ് നമ്മൾ ഡയറക്റ്റായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് വിതൗട്ട് മോഡുലേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ H എത്രയായിരിക്കും കിട്ടുക, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ F നമുക്കറിയാമെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ലാംഡ കാൽക്കുലേറ്റ് ചെയ്യാം. ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കും? C/F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 10⁸ ഡിവൈഡഡ് ബൈ എന്താണ് നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്? 10 kHz. അപ്പോൾ നമുക്ക് കിട്ടുന്ന ലാംഡേൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 × 10⁴ ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് Hൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. H എന്ന് പറയുന്നത് λ/4 ആണ്. 3 × 10⁴ ഡിവൈഡഡ് ബൈ 4. അതൊക്കെ നമുക്ക് കാൽക്കുലേറ്ററിൽ നോക്കാം. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? 7500 മീറ്റർ. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? ആൻറ്റിനേൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 7500 മീറ്റർ എന്ന് പറയുന്നത് പോസിബിൾ ആണോ? അല്ല. അപ്പോൾ ഇത് നമ്മളിനി മോഡുലേഷൻ ചെയ്തു എന്ന് വിചാരിക്കുക. മോഡുലേഷൻ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്ന മെസ്സേജ് സിഗ്നൽ, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജിൻ്റെ സിഗ്നൽ എന്ന് പറയുന്നത് എന്താവും? ഫ്രീക്വൻസി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം സപ്പോസ് ഇറ്റ് ഇസ് 1 MHz അങ്ങനെ വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ ലാംഡേൻ്റെ വാല്യൂ എന്തായിരിക്കും? 3 × 10⁸ ഡിവൈഡഡ് ബൈ നമ്മുടെ 1 MHz. അപ്പോൾ അവിടെ കിട്ടുന്ന വാല്യൂ ലാംഡേൻ്റെ വാല്യൂ എന്താണ്? അവിടെ കിട്ടുന്ന ലാംഡേൻ്റെ വാല്യൂ ആണ് 300. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന Hൻ്റെ വാല്യൂ എന്തായിരിക്കും? 300 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് എത്രയാണ്? 75 മീറ്റർ. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാക്കാം അല്ലേ? ഒന്നെന്ന് പറയുന്നത് മോഡുലേഷൻ ചെയ്യാണ്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ട ആൻറ്റിനേൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 7500, അല്ലാണ്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് 75 മീറ്ററാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത്? മോഡുലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻറ്റിനേൻ്റെ ഹൈറ്റ് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു സൈസിലൂടെ നമുക്ക് റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് എന്ത്? മോഡുലേഷൻ. അപ്പോൾ അതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതിനുശേഷം എന്ന് പറയുന്നത് അവോയ്ഡ് മിക്സിംഗ് ഓഫ് സിഗ്നൽസ്. അപ്പോൾ അത് പേരിൽ തന്നെ ഉണ്ട് എന്ത്?
ഒന്നും അതിൽ കൂടുതൽ സിഗ്നൽസ് മിക്സ് ചെയ്യാതെ കടത്തിവിടാൻ, അല്ലെങ്കിൽ മിക്സ് ചെയ്യാതെ പറഞ്ഞാൽ ഇൻ്റർഫിയർ ചെയ്യാതെ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു മെസ്സേജ് സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതും ഏതാണ്, മോഡുലേഷൻ എന്നുള്ള പറയുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണ്, നമുക്ക് ഒന്നിൽ കൂടുതൽ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് ഒരു എ ട്രാൻസ്മിറ്റർ, ബി ട്രാൻസ്മിറ്റർ, അതുപോലെ തന്നെ സി ട്രാൻസ്മിറ്റർ. അപ്പോൾ ഈ എ ബി സി എന്ന് പറയുന്ന 3 ട്രാൻസ്മിറ്ററും മോഡുലേഷൻ ചെയ്യാതെയാണ് മെസ്സേജ് സിഗ്നൽ കടത്തിവിടുന്നത്. മോഡുലേഷൻ ചെയ്യാതെയാണ് മെസ്സേജ് സിഗ്നൽ കടത്തിവിടുന്നത്. പറഞ്ഞാൽ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് വിതൗട്ട് മറ്റേ മോഡുലേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ഞാൻ പറഞ്ഞത് ലോ ഫ്രീക്വൻസി ആയിരിക്കും. ലോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു സപ്പോസ് 0 to 20 ഹേർട്സിലുള്ള ഫ്രീക്വൻസി ആയിരിക്കും 3 ട്രാൻസ്മിറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. 3 ട്രാൻസ്മിറ്റേഴ്സും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിൻ്റെ സ്ട്രെങ്ത് എന്തായിരിക്കും, ഫ്രീക്വൻസി എന്തായിരിക്കും, 0 to 20 ഹേർട്സ് ആയിരിക്കും. എന്നാൽ എല്ലാം ബേസ് ബാൻഡ് സിഗ്നൽസ് ആയിരിക്കും. അപ്പോൾ എല്ലാം ഈ ഒരു 0 to 20 ഹേർട്സിലുള്ള സിഗ്നൽസ് ഇവർ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ എന്താവും, സ്വാഭാവികമായിട്ടും അതൊക്കെ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ എ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് 0 to 20 ഹേർട്സിലുള്ള ഒരു ഫ്രീക്വൻസിയിലാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കുന്നത്. അതേപോലെ തന്നെയാണ് ബിയും സിയും എങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫ്രീ സ്പേസ്, വയർലെസ് കമ്മ്യൂണിക്കേഷനാണ് നമുക്ക്. അപ്പോൾ ഒരു ഫ്രീ സ്പേസ് കൂടെ നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഫ്രീ സ്പേസിൽ വെച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആവും. അപ്പോൾ എന്താവും, നമുക്ക് കറക്റ്റായിട്ടുള്ള സിഗ്നൽ നമുക്ക് റിസീവറിൽ റിസീവ് ചെയ്യില്ല. അപ്പോൾ അതേസമയം നമ്മളിപ്പോൾ എ ട്രാൻസ്മിറ്ററിൽ ഈ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കരിയറായിട്ട് മോഡുലേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉള്ള കരിയറായിട്ട് നമ്മൾ മോഡുലേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ സപ്പോസ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി 1 kHz ആയിട്ടാണ് നമ്മൾ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതേപോലെ ബി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വേറൊരു കരിയറായിട്ട് അതിനെ മോഡുലേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സപ്പോസ് 10 kHz. ഇനി അതുപോലെ സി എന്ന് പറയുന്നത് ഒരു 100 kHz. അങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിലാണ് നമ്മളത് ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഈ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ കിട്ടുന്നത്, ഡിഫറെൻറ്റ് കരിയറായിട്ടാണ് നമ്മൾ അതിനെ മോഡുലേറ്റ് ചെയ്യിപ്പിക്കണം. അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള ഔട്ട്പുട്ട് വരുമ്പോൾ ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസീസിലാണ് നമ്മൾ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താവും, അവിടെ മിക്സിങ് നടക്കില്ല. അവിടെ നമുക്ക് എന്ത് നടക്കില്ല, മിക്സിങ് നടക്കില്ല. കാരണം മറ്റേ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം 0 to 20 ഹേർട്സിലെ റേഞ്ചിലാണ്. അപ്പോൾ എന്താ, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആവുകയാണ്. ഇത് പല ഫ്രീക്വൻസിയിലാണ്. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ സ്ലോട്ട് ഉണ്ട് അല്ലേ. അപ്പോൾ അത് അതിൻ്റേതായ സ്ലോട്ടിൽ അത് പോകുന്നുള്ളൂ, അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർഫറൻസ് പോലുള്ള സംഭവമൊന്നും അവിടെ നടക്കുന്നില്ല. അപ്പോൾ അതിന് സഹായിക്കുന്നത് ആര് തന്നെയാണ്, മോഡുലേഷൻ തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഞാനൊന്ന് വായിക്കാം. ഇഫ് ദ ബേസ് ബാൻഡ് സിഗ്നൽസ് ആർ ട്രാൻസ്മിറ്റഡ് വിതൗട്ട് മോഡുലേഷൻ ബൈ മോർ ദാൻ 1 ട്രാൻസ്മിറ്റർ, ദെൻ all of the signal will be in the same range, that is 0 to 20 Hz. Therefore, all signals get mixed together and the receiver cannot separate them from each other. Receiver na separate ചെയ്തെടുക്കാൻ പറ്റില്ല. Okay. Hence, if each baseband signal is modulated with different carriers, അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് കരിയേഴ്സ് ആയിട്ടാണ് അത് മോഡുലേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഈ ബേസ് ബാൻഡ് സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കേണ്ടതെങ്കിൽ എന്താണ്, ദെൻ ദേ വിൽ ഒക്യുപ്പൈ ഡിഫറെൻറ്റ് സ്ലോട്ട്സ് ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ. അവർക്ക് ഓരോ ഫ്രീക്വൻസി ഡൊമൈനിൽ ഓരോ സ്ലോട്ട് ഉണ്ടാവും. ഓരോ പല ഫ്രീക്വൻസിയിലാണ് അത് ട്രാൻസ്മിറ്റ് ആവുന്നത് അല്ലേ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർഫറൻസ് ഉണ്ടാവില്ല, അപ്പോൾ നോയ്സ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് റിസീവറിന് കറക്റ്റായിട്ടൊക്കെ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡ് പോയിന്റ്, അവോയ്ഡ് മിക്സിംഗ് ഓഫ് സിഗ്നൽസ്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, നമ്മുടെ ഇൻക്രീസ് ദ റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അടുത്ത എന്താണ്, ഇൻക്രീസ് ദ റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് നമുക്ക് നമ്മൾ മോഡുലേഷൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മോഡുലേഷൻ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്രീക്വൻസി കരിയറായിട്ടാണ് നമ്മൾ അതിനെ മിക്സ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ബേസ് ബാൻഡ് സിഗ്നൽ, അതായത് ലോ ഫ്രീക്വൻസി സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്, ഈ ഹൈ ഫ്രീക്വൻസി കരിയറായിട്ട് മിക്സ് ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എഫിഷ്യൻ്റായിട്ട് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് നമ്മുടെ എഫിഷ്യൻ്റായിട്ട് നല്ല രീതിയിൽ തന്നെ അത് ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. മെസ്സേജ് സിഗ്നൽ നല്ല രീതിയിൽ എഫിഷ്യൻ്റായി ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കാൻ സഹായിക്കും ഇങ്ങനെ മോഡുലേഷൻ ചെയ്യിപ്പിക്കുമ്പോൾ. അതാണ് ഈ റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കുറച്ചും കൂടി ദൂരെയൊക്കെ വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ എന്താണ്, സാധാ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കണേക്കാട്ടിലും എന്നാൽ മോഡുലേഷൻ ചെയ്യാതെ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കണേക്കാട്ടിലും മോഡുലേഷൻ ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റെ റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ പറയാം, ദ മോഡുലേഷൻ process increases the frequency of the signal to be transmitted. Therefore, it increases the range of communication. Frequency കൂടുന്നത് മൂലം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൻ്റെ റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ അത് എന്തായിട്ടുണ്ടാവും, കൂടിയിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ മൾട്ടിപ്ലെക്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം ഈ അവോയ്ഡ് മിക്സിംഗ് ഓഫ് സിഗ്നൽസ് ആയിട്ട് ചെറിയൊരു ലിങ്ക് ഉണ്ട്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, മൾട്ടിപ്ലെക്സിംഗ് ഇസ് എ പ്രോസസ് ഇൻ വിച്ച് 2 or more signals can be transmitted over the same channel communication simultaneously. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ചാനലുണ്ട് നമുക്കൊരു
ചാനലുണ്ട്. ഇതാണ് നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മളിവിടെ ഒരു സിഗ്നൽ മാത്രമല്ല ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കുന്നത്, നമ്മൾ ഒന്നിൽ കൂടുതൽ സിഗ്നൽ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഇഫ് ഇതെല്ലാം ഒരേ ഫ്രീക്വൻസിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ മോഡുലേഷൻ ചെയ്യാണ്ടാണ് അത് വിടുന്നതെങ്കിൽ ഈ ഒരു ചാനലിൽ കൂടെ കടത്തി വിടുമ്പോൾ മിക്സിങ് നടക്കും. അവിടെ നമുക്ക് ഔട്ട്പുട്ട് ശരിക്കും പ്രോപ്പറായിട്ട് കിട്ടില്ല. അതേസമയം നമ്മളിത് പല ഫ്രീക്വൻസിയിലാണ് ഈ ചാനലിൽ കൂടെ ഇത് കടത്തി വിടണമെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഇതിൻ്റെ ഫ്രീക്വൻസി F1, ഇത് F2, F3, F4 അങ്ങനെ പല ഫ്രീക്വൻസിയിൽ ഇത് കടത്തി വിടുന്ന സമയത്ത് ഇത് തമ്മിൽ ഒരു മിക്സിങ് സംഭവിക്കില്ല. ഇതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ പൊയ്ക്കോളും. എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഔട്ട്പുട്ട് കിട്ടും. മിക്സിംഗ് ഒന്നും ഉണ്ടാവാതെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഒരു ചാനലിൽ കൂടെ ഒരു സാധാരണ മോഡുലേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സിഗ്നൽ മാത്രമേ ഒരു ചാനലിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോൾ മോഡുലേഷൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് നമുക്ക് ഒരേ ചാനലിൽ കൂടെ കടത്തിവിടാം. കാരണം എന്താ, അത് പല ഫ്രീക്വൻസിയിലാണ് അത് മോഡുലേറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്, പല കരിയർ ഉപയോഗിച്ചിട്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരേ ചാനലിൽ കൂടെ കടത്തിവിട്ടാൽ അത് മിക്സ് ചെയ്യിപ്പിക്കില്ല. അതാണ് അതിൻ്റെ സംഭവം, മനസ്സിലായി. അപ്പോൾ ഈ ഒരു സെക്കൻഡ് പോയിന്റും ഈ ഫോർത്ത് പോയിന്റും തമ്മിൽ ചെറിയൊരു റിലേഷൻ ഉണ്ട്. മിക്സിങ് നടക്കില്ല അതിൽ. ഒരേ ചാനലിൽ കൂടെ പല ഫ്രീക്വൻസി അല്ലെങ്കിൽ പല സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത്, മോഡുലേഷൻ ചെയ്ത പല സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് നടക്കില്ല, അവിടെ മിക്സിങ് നടക്കില്ല. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ മൾട്ടിപ്ലെക്സിങ് പോസിബിളാണ് നമുക്ക് മോഡുലേഷൻ ചെയ്യുന്നത് വഴി. പിന്നെ എന്താണ്, ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് റിസെപ്ഷൻ. അതിന് ഉദ്ദേശിക്കുന്നത് എന്താ, നോയ്സിൻ്റെ എഫക്റ്റ് ഓഫ് നോയ്സ് ഇസ് റെഡ്യൂസ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. നോയ്സൊക്കെ നമുക്ക് നല്ല രീതിക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ദസ് ദ ക്വാളിറ്റി ഓഫ് റിസെപ്ഷൻ ഇസ് ഇംപ്രൂവ്ഡ്. അങ്ങനെ നമുക്ക് നമ്മൾ റിസീവ് ചെയ്യുന്ന സിഗ്നലിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നോയ്സൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ലോ ഫ്രീക്വൻസി സിഗ്നലാണ് നമുക്ക് ഡയറക്റ്റായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ നോയ്സ് ആഡ് ആകുമ്പോൾ അത് കുറച്ചും കൂടി അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ ഫീബിളായി നമുക്ക് ഭയങ്കര ഡിസ്റ്റോർഷനായിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. പക്ഷേ അതേസമയം മോഡുലേഷൻ ചെയ്ത് ഹൈ ഫ്രീക്വൻസിയിലോട്ട് അതിനെ മാറ്റി ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് അതിൻ്റെ സ്ട്രെങ്ത്ത് കുറയും. പക്ഷെ എന്നാലും നല്ല രീതിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഫീബിളായിട്ട് മാറില്ല. ചെറിയ തോതിലുള്ള ഡിസ്റ്റോർഷൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ, വല്ലാണ്ടുള്ള ഡിസ്റ്റോർഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മോഡുലേഷൻ ചെയ്യുന്നത് വഴി നമുക്ക് ഇംപ്രൂവ്സ് ക്വാളിറ്റി ഓഫ് റിസെപ്ഷൻ, റിസീവ് ചെയ്യുന്ന സിഗ്നലിൻ്റെ ക്വാളിറ്റി കൂട്ടാനും പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ആൻറ്റിനേൻ്റെ ഹൈറ്റ് റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ മിക്സിംഗ് ഓഫ് സിഗ്നൽസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. എങ്ങനെ, ഡിഫറെൻറ്റ് കരിയറുമായിട്ട് മോഡുലേറ്റ് ചെയ്യിപ്പിക്കുന്നത് വഴി. അതുപോലെ തന്നെ പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്താണ്, ഇൻക്രീസസ് ദ റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഫ്രീക്വൻസി കൂടുന്ന വഴി റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ കൂടും. ഈ മൾട്ടിപ്ലെക്സിങ് ഈസ് പോസിബിൾ. നമുക്ക് പല ഫ്രീക്വൻസിയിലുള്ള കരിയറായിട്ട് നമ്മൾ മോഡുലേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ, കുറേ സിഗ്നൽസ് പല ഫ്രീക്വൻസിയിലുള്ള കരിയറായിട്ട് നമ്മൾ മോഡുലേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അത്രയും സിഗ്നൽസ് നമുക്ക് ഒറ്റ ചാനലിൽ കൂടെ കടത്തിവിടാൻ പറ്റും. കാരണം എന്താ, അവർ തമ്മിൽ മിക്സ് ചെയ്യില്ല. അപ്പോൾ മൾട്ടിപ്ലെക്സിങ് ഇവിടെ പോസിബിളായിട്ട് വരും മോഡുലേഷൻ വഴി. പിന്നെന്താണ്, ഇംപ്രൂവ്സ് ക്വാളിറ്റി ഓഫ് റിസെപ്ഷൻ. നോയ്സൊക്കെ നല്ല രീതിക്ക് തന്നെ നമുക്കത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്, ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, എന്താണ് മോഡുലേഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മോഡുലേഷൻ ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ബാക്കിയുള്ള ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് വരുന്നത് AM മോഡുലേഷനാണ്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം.